നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മെൻസുറേഷൻ 2D ആണ്. നമ്മൾ ഇന്ന് പോളിഗണിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ പോളിഗണൂടെ ആകുമ്പോഴത്തേക്കിന് നമ്മൾ ഈ ചാപ്റ്റർ തീർക്കും. ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് പോളിഗൺ? പോളിഗൺ എന്ന് പറയുന്നത് മൂന്നോ അതിൽ കൂടുതലോ വശങ്ങളുള്ള ക്ലോസ്ഡ് ഫിഗേഴ്സ് ആണ്. അപ്പം 3 വശമുള്ള ക്ലോസ്ഡ് ഫിഗർ ഏതാണ്? അത് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ ഒരു പോളിഗൺ ആണ്. 4 വശമുള്ള ക്ലോസ്ഡ് ഫിഗർ ഏതാണ്? അത് ക്വാഡ്രിലാറ്ററൽസ് ആണ്. ക്വാഡ്രിലാറ്ററൽസും ഒരു പോളിഗൺ ആണ്. ഇത് 5 വശമുള്ള ക്ലോസ്ഡ് ഫിഗർ ആണ്. ഇത് 6 വശമുള്ള ക്ലോസ്ഡ് ഫിഗർ ആണ്. 6 വശമുള്ള ക്ലോസ്ഡ് ഫിഗറിനെ ഹെക്സഗൺ എന്ന് പറയും. 8 വശമുള്ള ക്ലോസ്ഡ് ഫിഗറിനെ ഒക്ടഗൺ എന്നും പറയും. ഓക്കെ, അപ്പോൾ പോളിഗൺ എന്ന് പറയുന്നത് 3 അതിൽ കൂടുതലോ വശങ്ങളുള്ള ക്ലോസ്ഡ് ഫിഗേഴ്സ് ആണ്. ഒരു പോളിഗണിന്റെ ഒരു ഇന്റേണൽ ആംഗിളിന്റെയും എക്സ്റ്റേണൽ ആംഗിളിന്റെയും സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ പോളിഗണിൽ CD എന്ന് പറയുന്ന സൈഡിനെ ഞാൻ ഇങ്ങോട്ട് നീട്ടി വരച്ചു. അപ്പം ഈ ഇന്റേണൽ ആംഗിളും ഈ എക്സ്റ്റേണൽ ആംഗിളും കൂടെ ചേർന്ന് 180 ഡിഗ്രി വരും. അതേപോലെ CB എന്ന് പറയുന്ന സൈഡിനെ ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ ഈ ഇന്റേണൽ ആംഗിളും ഈ എക്സ്റ്റേണൽ ആംഗിളും കൂടെ ചേർന്ന് 180 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി ഒരു പോളിഗണിന്റെ എല്ലാ എക്സ്റ്റേണൽ ആംഗിളിന്റെയും സമ്മ് 360 ഡിഗ്രി ആയിരിക്കും. ഒരു പോളിഗണിന്റെ എല്ലാ എക്സ്റ്റേണൽ ആംഗിളിന്റെയും സമ്മ് 360 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ n ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ഈ പോളിഗണിന് 5 സൈഡുണ്ട്, അപ്പോൾ ഇവിടുത്തെ n 5 ആണ്. ഇതിന് 6 സൈഡുണ്ട്, അപ്പോൾ ഇവിടുത്തെ n 6 ആണ്. അപ്പോൾ ഒരു പോളിഗണിന്റെ എല്ലാ എക്സ്റ്റേണൽ ആംഗിളിന്റെയും സമ്മ് 360 ഡിഗ്രി ആയിരിക്കും. പക്ഷെ ഒരു എക്സ്റ്റേണൽ ആംഗിൾ 360 ഡിവൈഡ് ബൈ n ആയിരിക്കും. ഓക്കെ, ഇനി ഒരു പോളിഗണിന്റെ എല്ലാ ഇന്റേണൽ ആംഗിളിന്റെയും സമ്മ് n-2 ഇൻറ്റു 180 ഡിഗ്രി ആയിരിക്കും. ഒരു പോളിഗണിന്റെ എല്ലാ ഇന്റേണൽ ആംഗിളിന്റെയും സമ്മ് n-2 ഇൻറ്റു 180 ഡിഗ്രി ആയിരിക്കും. ഒരു ഇന്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് n-2 ഇൻറ്റു 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ n ആയിരിക്കും. ഓക്കെ, ഇനി ഒരു പോളിഗണിൽ എത്ര ഡയഗണൽ വരയ്ക്കാം എന്ന് കണ്ടുപിടിക്കാൻ n ഇൻറ്റു n-3 ബൈ 2 എന്ന് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ഇക്വേഷൻസ് വെച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആൻ എക്സ്റ്റേണൽ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ മെഷേഴ്സ് 36 ഡിഗ്രി. ഹൗ മെനി സൈഡ്സ് ഡസ് ദ പോളിഗൺ ഹാവ്? ഓക്കെ, അവർ പറയുന്നത് ഒരു റെഗുലർ പോളിഗണിന്റെ ഒരു എക്സ്റ്റേണൽ ആംഗിൾ 36 ഡിഗ്രി ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ 360 ഡിവൈഡഡ് ബൈ n ആണ് 36 ഡിഗ്രി എന്ന് പറയുന്നത്. നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ട്, n എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. n ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 36. കട്ട് ചെയ്ത് പോവും, 10 എന്ന് കിട്ടും. അപ്പോൾ 10 സൈഡാണ് ആ പോളിഗണിന് ഉള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. How many sides does a polygon have if the sum of its internal angles is 1260? ഓക്കെ, ഒരു പറയുന്നത് ഒരു പോളിഗണിന്റെ ഇന്റേണൽ ആംഗിളിന്റെ സമ്മ് 1260 ആണ്. നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിന് എത്ര സൈഡ്സ് ഉണ്ട്. പോളിഗണിന്റെ ഇന്റേണൽ ആംഗിളിന്റെ സമ്മ് എന്ന് പറയുന്നത് n-2 ഇൻറ്റു 180 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ n-2 എന്ന് പറയുന്നത് 1260 ഡിവൈഡ് ബൈ 180 എന്ന് കിട്ടും. 0 കട്ട് ചെയ്ത് പോകും, 7 എന്ന് കിട്ടും. അപ്പോൾ n-2 7 ആണെങ്കിൽ n എന്ന് പറയുന്നത് 7, ഇവിടെ മൈനസ് ചെയ്തിരിക്കുന്ന 2 സമത്തിനപ്പുറം ചെല്ലുമ്പോൾ പ്ലസ് ആവും, +2 9 എന്ന് കിട്ടും. ഓക്കെ, നമുക്കിനി ഹെക്സഗണിനെ കുറിച്ച് പഠിക്കാം. ഒരു റെഗുലർ ഹെക്സഗണിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതേപോലെ ഒരു റെഗുലർ ഹെക്സഗണിന്റെ ഒരു ഇന്റേണൽ ആംഗിൾ
120 ഡിഗ്രി ആയിരിക്കും. റെഗുലർ ഹെക്സഗണിന്റെ ഒരു ഇന്റേണൽ ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ടോട്ടൽ 6 ഇന്റേണൽ ആംഗിളും കൂടെ ചേർത്ത് 720 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. ഒരു റെഗുലർ ഹെക്സഗണിന്റെ ഒരു എക്സ്റ്റേണൽ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ഒരു റെഗുലർ ഹെക്സഗണിൽ നമുക്ക് 9 ഡയഗണൽസ് വരയ്ക്കാനായിട്ട് പറ്റും. ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 6a ആയിരിക്കും. റെഗുലർ ഹെക്സഗണിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 6a ആണ്. റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ എന്ന് പറയുന്നത് 3√3/2a² ആണ്. 3√3/2a² ആണ് റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി റെഗുലർ ഹെക്സഗണിന്റെ ഇൻസർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് √3/2a ആണ്. ഇതിന്റെ സർക്കം സർക്കിളിന്റെ റേഡിയസ് a ആയിരിക്കും. ഓക്കെ, സൈഡ് എന്താണോ അത് തന്നെയാണ് ഇതിന്റെ സർക്കം സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഒക്ടഗൺ എന്ന് പറയുന്നത് 8 സൈഡുള്ള ഒരു പോളിഗണാണ്. ഒക്ടഗണിന്റെ ഏരിയ എന്ന് പറയുന്നത് 2 × √2+1 × സൈഡ് സ്ക്വയർ. ഒരു ഒക്ടഗണിന്റെ ഏരിയ എന്ന് പറയുന്നത് 2 × √2+1 × സൈഡ് സ്ക്വയർ. ഒരു ഒക്ടഗണിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 8a ആയിരിക്കും. ഒരു റെഗുലർ ഒക്ടഗണിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 8a ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഏരിയ ഓഫ് എ റെഗുലർ ഹെക്സഗൺ ഈസ് 216√3 സ്ക്വയർ സെന്റിമീറ്റർ ദെൻ ഇറ്റ്സ് പെരിമീറ്റർ. ഓക്കെ, അവർ പറയുന്നത് ഒരു റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ എന്ന് വെച്ചാൽ 3√3/2a² എന്ന് പറയുന്നത് 216√3 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. നമ്മൾ അതിന്റെ പെരിമീറ്റർ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ √3യും കട്ട് ചെയ്ത് പോവും. അപ്പോൾ a² എന്ന് പറയുന്നത് 216 × 2 12 3 432 ഡിവൈഡഡ് ബൈ 3 1 400 a² എന്ന് പറയുന്നത് 144 കിട്ടും. അപ്പോൾ a എന്ന് പറയുന്നത് √144, അത് 12 ആണ്. അപ്പോ ആ റെഗുലർ ഹെക്സഗണിന്റെ ഒരു സൈഡ് 12 സെന്റിമീറ്റർ എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിന്റെ പെരിമീറ്റർ ആണ്. റെഗുലർ ഹെക്സഗണിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 6a ആണ്. അപ്പൊ 12 × 6 72 സെന്റിമീറ്റർ ആണ് അതിന്റെ പെരിമീറ്റർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. A 6-sided regular polygon is inscribed in a circle of radius 10 cm. Find the length of one side of the hexagon. Okay, ഒരു പറയുന്നത് ഒരു സർക്കിളിനുള്ളിൽ 6 സൈഡുള്ള ഒരു റെഗുലർ പോളിഗൺ ഉണ്ട്. ഈ സർക്കിളിന്റെ റേഡിയസ് 10 സെന്റിമീറ്റർ ആണ്. നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഹെക്സഗണിന്റെ ഒരു സൈഡ് എന്തെന്നാണ്. നമ്മൾ ഹെക്സഗണെ കുറിച്ച് പഠിച്ചപ്പോൾ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആ റെഗുലർ ഹെക്സഗണിന്റെ സൈഡ് തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സർക്കിളിന്റെ റേഡിയസ് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ റെഗുലർ ഹെക്സഗണിന്റെ സൈഡും 10 സെന്റിമീറ്റർ തന്നെയായിരിക്കും. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് റെഗുലർ ഹെക്സഗണിന്റെ സൈഡ് എന്തെന്നാണ്. അത് 10 സെന്റിമീറ്റർ തന്നെയാണ്. കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. The side of a regular octagon is 5 cm. Its area is. Okay, ഇവർ പറയുന്നത് ഒരു റെഗുലർ ഒക്ടഗണിന്റെ ഒരു സൈഡ് 5 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. റെഗുലർ ഒക്ടഗണിന്റെ ഏരിയ എന്ന് പറയുന്നത് 2 × √2+1 × സൈഡ് സ്ക്വയർ ആണ്. സൈഡ് എന്ന് പറയുന്നത് 5 ആണ്. 5ന്റെ സ്ക്വയർ 25. അപ്പം 25 × 2 50 എന്ന് കിട്ടും. 50 × √2+1 എന്ന് ആ റെഗുലർ ഒക്ടഗണിന്റെ ഏരിയ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം.
If the perimeter of a regular octagon is 80 centimeter, its area is okay. റെഗുലർ ഒക്ടഗന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 8a ആണ്. അതാണ് 80 സെന്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നത്. 8a ആണ് 80 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ a എന്ന് പറയുന്നത് 80 ഡിവൈഡ് ബൈ 8 10 സെന്റിമീറ്റർ. ഒരു സൈഡ് 10 സെന്റിമീറ്റർ എന്ന് കിട്ടി. നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറയുന്നത് അതിന്റെ ഏരിയയാണ്. ഒക്ടഗന്റെ ഏരിയ, റെഗുലർ ഒക്ടഗന്റെ ഏരിയ എന്ന് പറയുന്നത് 2 ഇൻറ്റു √2 പ്ലസ് 1 ഇൻറ്റു സൈഡ് സ്ക്വയർ ആണ്. സൈഡ് 10 സെന്റിമീറ്റർ ആണ്. 10ന്റെ സ്ക്വയർ 100. 100 ഇൻറ്റു 2 200 ഇൻറ്റു √2 പ്ലസ് 1 എന്ന് കിട്ടും സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് പോളിഗണിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് വരാം. താങ്ക് യു.